നമ്മുടെ നാട്ടിലെ സ്വകാര്യ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അവരുടെ പ്രവർത്തനമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിച്ചാൽ മനസ്സിലാവുകയില്ല. അത്തരം ഒരു സംഭവമാണ് ആലപ്പുഴ നവോദയ സ്കൂളിൽ, എടുത്തു പറഞ്ഞാൽ ചെന്നിത്തലയിലെ നവോദയ സ്കൂളിൽ കഴിഞ്ഞ 8 മാസത്തിനിടെ സംഭവിച്ചത്. 8 മാസത്തിനിടെ 2 കുട്ടികളാണ് ഈ സ്കൂളിൽ സൂയിസൈഡ് ചെയ്യുന്നത്. ഒന്ന് അഭിഗീത്, അത് കഴിഞ്ഞ ദിവസം സംഭവിച്ച മരണമാണ്. രാവിലെ അഭിഗീത് +1 വിദ്യാർത്ഥിയായ അഭിഗീത് സ്കൂളിൽ വരുന്നു, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം സ്കൂളിന്റെ ശുചിമുറിയിലേക്ക് പോകുന്ന ഇടനാഴിയിൽ കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ സ്നേഹ എന്ന് പറയുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനിയും സ്കൂളിന്റെ ശുചിമുറി 8 മാസങ്ങൾക്ക് മുമ്പാണ് ശുചിമുറിക്കടുത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും +1 വിദ്യാർത്ഥിയും ഈ അടുത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ അടുത്തടുത്ത മാസങ്ങളിൽ ഇങ്ങനെ മരിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് അവർ നേരിട്ടിരുന്നത്? ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണമോ, അല്ലെങ്കിൽ സ്നേഹ മരിച്ചതിന് ശേഷമുള്ള ഈ 8 മാസക്കാലം കൊണ്ട് പോലീസ് എന്ത് കണ്ടെത്തിയെന്നോ, കുട്ടി ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ കുട്ടി തീരുമാനിച്ചതെന്നോ നാളിതുവരെ പുറത്തു വന്നിട്ടില്ല. സ്കൂൾ അധികൃതരും ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് രണ്ടാമത്തെ മരണം കൂടി സംഭവിക്കുമ്പോൾ പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. ഒരു സ്കൂളിൽ, അതും പ്രശസ്തമായ നവോദയ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, അത്രയധികം അച്ചടക്കവും അത്രയധികം വിജയശതമാനവും ഒക്കെ ഉണ്ടാക്കുന്ന സ്കൂളുകളാണ്. സ്വന്തം കുട്ടികളെ ഇത്തരത്തിലുള്ള സ്കൂളുകളിലേക്ക് അയക്കുന്നത് തന്നെ കുട്ടികൾ ഹൈലി പ്രൊഫഷണൽസ് ആയിട്ട് പുറത്തു വരും, അല്ലെങ്കിൽ ഭാഷയിലും ഇംഗ്ലീഷിലും മറ്റ് വിഷയങ്ങളിലും ഒക്കെ പ്രൊഫഷ്യൻസി കൂടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് രക്ഷിതാക്കൾ ഇത്തരം സ്കൂളുകളിൽ മക്കളെ അയക്കുന്നത്. എന്നാൽ ഇത്തരം സ്കൂളുകളിൽ കുട്ടികൾ ശരിയായ വിധം തന്നെയാണോ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്? കുട്ടികളുടെ മാനസിക വളർച്ചയെ ഏതൊക്കെ തരത്തിലാണ് ഈ സ്കൂളിലെ അധ്യയനം ബാധിക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കേണ്ടത് ഒരു അടിസ്ഥാന കാര്യം തന്നെയാണ്. ഇപ്പോൾ അഭിഗീത് എഴുതി വച്ചിരിക്കുന്നത് "എനിക്കിനി ജീവിതം അടുത്തു അമ്മു" എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് ആത്മഹത്യാക്കുറിപ്പിൽ. കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്, "എനിക്ക് ജീവിതം അടുത്തു അമ്മു" എന്ന് മാത്രമേ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഒറ്റവരി കുറിപ്പെഴുതി ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം ആ കുട്ടിയുടെ മാനസിക വ്യാപാരങ്ങൾ എങ്ങനെയായിരുന്നു? കുട്ടിയുടെ വീട്ടുകാർ ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? അങ്ങനെ ജീവൻ ഒടുക്കാൻ മാത്രം തക്കതായ കാരണങ്ങൾ യാതൊന്നും ഞങ്ങളുടെ മകനില്ല, ജീവൻ ഒടുക്കിക്കളയാനുള്ള യാതൊരു സാഹചര്യവും തന്റെ മകനില്ല, അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, അവന് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയണം. ഇത് തന്നെയാണ് സ്നേഹയുടെയും മാതാപിതാക്കൾ പറഞ്ഞത്. ഞങ്ങളുടെ മകൾ ഇങ്ങനെ ചെയ്യില്ല, ഞങ്ങളുടെ മകൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെയാണ്? തീർച്ചയായും രക്ഷിതാക്കൾ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടും. ഇക്കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ടോ? ഇക്കാര്യങ്ങളിൽ സ്കൂൾ അധികൃതർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അല്ല ഇനി സ്കൂളിൽ എന്തെങ്കിലും പ്രേതബാധയാണോ? ഇതൊക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രേതങ്ങളിലൊന്നും വിശ്വാസമില്ലെങ്കിൽ കൂടി ഇത്തരം അടുപ്പിച്ചടുപ്പിച്ച് 2 സൂയിസൈഡ് നടക്കുന്നു. അല്ല, അതിന് മാനേജ്മെന്റ് കൃത്യമായ ഉത്തരം നൽകുന്നില്ല. അവിടെയുള്ള ഇപ്പൊ പരീക്ഷാകാലം കൂടിയാണ്. ആ പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടികൾക്ക് എന്തുമാത്രം മാനസിക സമ്മർദ്ദം ഉണ്ടാകും? ഇതിനൊക്കെ കൃത്യമായ ഒരു അന്വേഷണം മാത്രമല്ല, സമഗ്രമായ ഇടപെടൽ അല്ലെങ്കിൽ ഒരു പൊളിച്ചെഴുത്ത് അത്യാവശ്യമാണ്. വിദ്യാഭ്യാസ വകുപ്പിന് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അവിടെ മാനേജ്മെന്റ് എന്താണ് ചെയ്യുന്നത്? അധ്യാപകരിൽ നിന്ന് കുട്ടികൾക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? നമുക്കറിയാം, രാജസ്ഥാനിലെ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ കുട്ടികൾ നിരന്തരം ഇങ്ങനെ സൂയിസൈഡ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇവിടെ കേരളത്തിൽ എത്രയോ കൂണുപോലെയുണ്ട് എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ, IAS അക്കാദമികൾ. ഇവിടെ എത്രയോ ആയിരക്കണക്കിന് കുട്ടികളാണ് പഠിക്കുന്നത്. പക്ഷെ ഇവിടത്തെ വിജയശതമാനമൊന്നും രാജസ്ഥാനിലൊന്നും കിട്ടുന്നില്ല. അപ്പോ എന്തുകൊണ്ടാകും കുട്ടികൾ ഈ കടുത്ത സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെയാണോ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു സമഗ്രമായ അന്വേഷണം അത്യാവശ്യമാണ്. നവോദയ സ്കൂളിൽ സംഭവിച്ചത് മറ്റൊരു സ്കൂളിലും സംഭവിക്കാതിരിക്കട്ടെ. കാരണം അടുപ്പിച്ചടുപ്പിച്ചുള്ള ഈ സൂയിസൈഡ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സ്വയം ജീവൻ ബലികഴിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ദുരന്തമാണ്. അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. സമഗ്രമായ പൊളിച്ചെഴുത്തിന് ഇടപെടേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. കൃത്യമായ അന്വേഷണം നടത്തേണ്ടത് പോലീസുമാണ്.